നാട്ടിൽ വീടിനടുത്തൊരാൾ ഫ്രണ്ട്സിനൊപ്പം ഒരു ടൂർ പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദനയുണ്ടായി. അയാളെ ഫ്രണ്ട്സ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഹൃദയാഘാതം മൂലം മരിച്ചു. അയാൾക്ക് വെറും 28 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ഇതുപോലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കുറെ കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗുജറാത്തിൽ ഗർഭ പരിപാടികളിൽ വെറും 24 മണിക്കൂറിൽ 10 പേർ ഹൃദയാഘാതം കാരണം മരണപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരുന്നു. എല്ലാവരും ചെറുപ്പക്കാർ. അതിൽ ഒരാളുടെ പ്രായം 17 ആയിരുന്നു. ഹൃദ്രോഗ വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ 20കളിലും 30കളിലുമുള്ളവർക്ക് ഹൃദ്രോഗം ബാധിക്കുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ്. അതിൽ തന്നെ ചില റിപ്പോർട്ട്സ് കാണിക്കുന്നത് ഹൃദ്രോഗം കാരണം മരിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ് എന്നാണ്. ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ 50% കേസിലും അത് 50 വയസ്സിന് താഴെയുള്ളവരാണ്. 25% കേസ് 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകളുടെ കാര്യത്തിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതായത് ഒരു 10-60 വയസ്സാകട്ടെ ഹൃദയത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് മാറ്റാനുള്ള സമയമായി എന്ന്. അപ്പൊ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഇന്ത്യൻ യൂത്ത് ഹൃദ്രോഗികളായി മാറി മരിച്ചു വീഴുന്നതിന്റെ കാരണങ്ങൾ? ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി മാറ്റാൻ പറ്റുന്ന ഫാക്ടറിനെ ആദ്യം നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞാൻ നാട്ടിൽ വെക്കേഷനിലാണ്. ഈ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഇപ്പൊ മലയാളികളുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്നത് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ഞാനൊരു റീൽ കാണിക്കാം. രാവിലെ 6 ഇഡ്ഡലിയും ഒരു കോഴിമുട്ടയും ഒരു താറാമുട്ടയും സാമ്പാറുമായിട്ട് കഴിച്ചു. അപ്പോഴാണ് ഒരു വാട്ടയിറ്റിനിടെ ചെയ്താലോ എന്ന് ആലോചിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സൈസ് മുന്തിരിങ്ങ കഴിച്ചു. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചീനി പുഴുങ്ങിയത് പൊരിച്ചു വെച്ച മത്തിയായിട്ട് കഴിച്ചു. പിന്നെ വെള്ളം കുടിക്കാൻ കരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ, അത് കുറച്ച് ശർക്കരയായിട്ട് തിന്നു. ഇത് സൂപ്പറാണ്. ഉച്ചയായപ്പോഴത്തേക്ക് ചോറ് 3 മത്തി വറുത്തതും 2 മത്തിക്കറി അയലക്കറിയായിട്ട് കഴിച്ചു. എനിക്ക് ചോറ് അങ്ങനെ ഇഷ്ടമല്ല, പിന്നെ ഉമ്മ നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരല്പം കഴിക്കും. ചുവന്നരി ചോറാണ് നല്ലത് ആരോഗ്യത്തിന്. പിന്നെ ഈവനിങ് സ്നാക്സിന് കാരി കഴിച്ചു, 2 ഏത്തക്കായും. 5 മണി ആയപ്പോഴത്തേക്ക് മോമോസ് കഴിക്കാൻ പോയി. ഞാൻ 5-6 കഴിച്ചോളൂ. എനിക്ക് പിസയാണ് കൂടുതൽ ഇഷ്ടം. 4 പീസേ പക്ഷെ കഴിച്ചോളൂ. നഗറ്റ്സും സ്മൈലീസും കൂടെ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നട്ട്സും പാലും പഴവും ഒക്കെ ഇട്ട് ഒരു ഷേക്ക് കുടിച്ചു. പിന്നെ നൈറ്റ് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി. ഞാൻ പൊറോട്ട പറഞ്ഞതിൽ ലേറ്റ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ 6-7 ദോശ മാത്രം കഴിച്ചു. പിന്നെ എനിക്ക് പൊറോട്ട ഇഷ്ടമായിട്ട് ആദ്യത്തെ ലാസ്റ്റ് ഇരുന്ന് ഒരു ഉണ്ട വെച്ച് ഒരു പൊറോട്ട ഉണ്ടാക്കി തന്നു. ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ബീഫും 3 ചിക്കൻ വറുത്തതും കിട്ടിയോളൂ. പിന്നെ ഞാൻ അത് കഴിച്ചിട്ട് വീട്ടിൽ പോയി. പിന്നെ മധുരം രാത്രി കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു 4 മാൽക്കി ഈസ്റ്റും കൂടെ കഴിച്ചു. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ റീലിട്ടയാൾ ഇത്രയൊന്നും കഴിക്കുന്നുണ്ടാകില്ല, വ്യൂസിന് വേണ്ടി നുണ പറയുന്നതായിരിക്കാം. എന്നാലും ഇത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് പല മലയാളികളുടെയും ഇപ്പോഴത്തെ തീറ്റ. ഇതൊരു അപകടകരമായ ട്രെൻഡാണ്. ആവശ്യത്തിലധികം ഫുഡ് കഴിക്കുന്നു എന്നത് ഒരു പ്രശ്നം. പിന്നെ ഒട്ടും ഹെൽത്തി അല്ലാത്ത ഫുഡാണ് കഴിക്കുന്നത് എന്നത് അടുത്ത പ്രശ്നം. അമിതമായി ജങ്ക് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂട്ടുന്നതിന് കാരണമാകുന്നതെന്ന് നോക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ അമിതവണ്ണമായി അത് കൊളസ്ട്രോൾ ലെവലും ബിപിയും കൂട്ടി ഹാർട്ടിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കും. ജങ്ക് ഫുഡിലെ ട്രാൻസ് ഫാറ്റ് ബാഡ് കൊളസ്ട്രോൾ കൂട്ടി ആർട്ടറീസിൽ പ്ലേക്ക് ബിൽഡ് ചെയ്ത് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും കാരണമാകും. ജങ്ക് ഫുഡിലെ കൂടിയ അളവിലുള്ള സോഡിയം ബിപി കൂട്ടി അത് ബ്ലഡ് വെസൽ ഡാമേജ് ആകുന്നതിന് കാരണമാകും. ജങ്ക് ഫുഡ് എങ്ങനെയൊക്കെയാണ് ഹൃദയത്തെ ബാധിക്കുന്നത് എന്നതിന് ഇനിയും കുറെ കാരണങ്ങളുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല, ഞാൻ നേരത്തെ മരിക്കാൻ അല്ലെങ്കിൽ രോഗിയാകാൻ തയ്യാറാണ് എന്നതാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഫ്രണ്ട്സിന്റെ ഒപ്പമൊക്കെ ജോളിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്ന് ചിന്തിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഫിട്രേറ്റ് കപ്പിൾ എന്നാണ് ആപ്പിന്റെ പേര്. ഈ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ഗോൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ എത്ര കാലറി, എത്ര പ്രോട്ടീൻ, എത്ര ഫാറ്റ്, എത്ര കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെയുണ്ട്, നിങ്ങൾ ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നടന്നു, എത്ര വെള്ളം കുടിച്ചു, ഇതൊക്കെ ഈ ആപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയി ട്രാക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ മീൽ പ്ലാൻ ഡിസൈൻ ചെയ്യാനും സംശയങ്ങൾ മാറ്റാനും ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ ആൻഡ് വർക്ക്ഔട്ടിന് സഹായിക്കുന്ന ഒരു പേഴ്സണൽ ട്രെയിനറും ഈ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. സോ പ്ലേ സ്റ്റോറിൽ നിന്നും ഫിട്രേറ്റ് കപ്പിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ആപ്പിന്റെ ഹോം പേജ്. ഇതിൽ പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാനിപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മീൽ പ്ലാനിൽ പോയാൽ നിങ്ങളുടെ ഗോൾ അനുസരിച്ച് നിങ്ങളുടെ ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് മീൽ പ്ലാൻ ഡിസൈൻ ചെയ്തത് കാണാൻ കഴിയും. എന്റെ ഗോൾ അനുസരിച്ചുള്ള പ്ലാൻ ആണ് ഇവിടെ കാണുന്നത്. കാലറി ട്രാക്കറിൽ പോയാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആഡ് ചെയ്യാൻ പറ്റും. അതിൽ സജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആഡ് ചെയ്യാം. ആ ഫുഡിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയി അതിന്റെ കാലറി, കാർബ്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ കാണാൻ കഴിയും. അതിന്റെ പിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വാട്ടർ ഇൻടേക്കിൽ എത്ര വെള്ളം കുടിച്ചു എന്നത് ആഡ് ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ, നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടക്കുന്നു എന്നതും ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നതാണ്. മൊത്തത്തിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമായിരിക്കും. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങളുടെ ആ ഹാബിറ്റ് കുട്ടികളും അതുപോലെ ഫോളോ ചെയ്ത് പിന്നീട് അവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സിമ്പിളായി മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ പലരും ഈവനിങ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്നാക്സ് വാങ്ങാറുണ്ട്. അൺഹെൽത്തി ആയ ജങ്ക് ഫുഡിന് പകരം ഹെൽത്തി ആയ ഫ്രൂട്ട്സ് പോലുള്ള ഓപ്ഷൻസ് വാങ്ങുക. അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. അതിഥികളായി മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോഴും ജങ്ക് ഫുഡിന് പകരം ഹെൽത്തി ഓപ്ഷൻ
ഓപ്ഷൻസ് കൊണ്ടുപോകുക. ഓരോ തവണ പുറത്തുപോയി വരുമ്പോഴും കുട്ടികൾക്ക് ലേസ്, ബിങ്കോ, ചോക്ലേറ്റ് പോലുള്ള ജങ്ക് ഫുഡ് കൊണ്ടുവരാതിരിക്കുക. രാവിലെയും വൈകുന്നേരവും കുടിക്കുന്ന ചായയിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. മറ്റൊരു കാര്യം, നമ്മൾ മലയാളികൾ കഴിക്കുന്ന ചോറിന്റെ അളവാണ്. ചോറിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ പലരുടെയും കാര്യത്തിൽ അവരുടെ ഫുഡിന്റെ 90% ചോറാണ്. അത് വലിയൊരു പ്രശ്നമാണ്. സംഭവം കുറച്ച് കറിയും കുറച്ച് ഉപ്പേരിയും കൂട്ടി ഒരു കൂമ്പാരം ചോറ് ആസ്വദിക്കാൻ ശീലിച്ചാൽ പണി കുറവാണ്, പൈസയും ലാഭമാണ്. പക്ഷെ അതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ല. കാരണം ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കിട്ടിയാൽ പോരാ, പ്രോട്ടീൻ, ഫൈബർ, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വേണം. സോ ചോറിന്റെ അളവ് കുറച്ച് പ്രോട്ടീൻ, ഫൈബർ ഒക്കെയുള്ള ഫുഡിന്റെ അളവ് കൂട്ടുക. ഭക്ഷണം കഴിക്കുക എന്നത് ഭൂരിപക്ഷം പേരുടെയും കാര്യത്തിൽ രസമുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒരുപാടാണ്. കയ്യിൽ പൈസയുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ലിമിറ്റ് ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ആരോഗ്യത്തോടെ കുറെ കാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ഏറ്റെടുക്കാതെ വേറെ വഴിയില്ല. ജങ്ക് ഫുഡ് വല്ലപ്പോഴത്തേക്ക് മാത്രമായി ചുരുക്കുക. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ കൂടാനുള്ള അടുത്ത പ്രധാന കാരണം എക്സസൈസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ ഒരു കാര്യമാണ് ദിവസവും 10,000 സ്റ്റെപ്സ് നടക്കുക എന്നത്. പക്ഷെ വളരെ ചുരുക്കം ചിലർ മാത്രമേ അതുപോലും ചെയ്യാറുള്ളൂ. ഈ 10,000 സ്റ്റെപ്സ് തികയ്ക്കാൻ പുറത്തിറങ്ങി നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ വീടിന് ചുറ്റും നടന്നു തന്നെ ഇത് സിമ്പിളായി അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനൊരു മനസ്സ് വേണം. അതുപോലെ റെഗുലറായി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ ജിമ്മിൽ പോകുന്നവരിൽ പോലും പലരുടെയും ഫോക്കസ് ശരീരത്തിന്റെ ലുക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിലാണ്, ഹെൽത്തി ആവുക എന്നതിലല്ല. ശരീരത്തിന്റെ ലുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തെറ്റായ ഒരു കാര്യമല്ല. പക്ഷെ പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കുന്നത്, ഓവർ എക്സേർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ ചുരുക്കത്തിൽ രണ്ടാമത്തെ കാര്യം, ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം വ്യായാമം ചെയ്യുന്നത് ഒരു ശീലമാക്കുക എന്നതാണ്. ഇന്ത്യയിൽ യൂത്തിനെ ഹൃദ്രോഗികളാക്കുന്ന അടുത്ത പ്രധാന കാരണം സ്ട്രെസ് ആണ്. നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യും. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പാമ്പിനെ മുന്നിൽ കണ്ട എന്തായിരിക്കും അവസ്ഥ, അത് തന്നെ. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ തുടർച്ചയായി ഉള്ളതെങ്കിൽ അതത്ര നല്ലതല്ല എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സ്ട്രെസ് അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റും ബിപിയും കൂട്ടി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് എക്സ്ട്രാ സ്ട്രെയിൻ കൊടുക്കും. കൂടാതെ കോർട്ടിസോൾ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂട്ടി അത് ബ്ലഡ് വെസൽ ഡാമേജ് ആകുന്നതിന് കാരണമാകും. ബില്യണിയർ ആയിട്ടുള്ള നാരായണമൂർത്തിയെ പോലുള്ള ആളുകൾ ഇന്ത്യൻ യൂത്ത് ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്നത് എത്ര ടോക്സിക് ആയ കാര്യമാണ്. 6 ഡേ വർക്ക് വീക്ക് കൂട്ടിയാൽ ആഴ്ചയിൽ 70 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദിവസം ഏകദേശം 12 മണിക്കൂറാണ്. അതായത് രാവിലെ 8 മുതൽ രാത്രി 8 വരെ. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഫാമിലിയായി, കുട്ടികളായി, ഫ്രണ്ട്സുമായി സ്പെൻഡ് ചെയ്യാനൊക്കെ എവിടെയാണ് സമയം? പ്രിവിലേജിന്റെ പുറത്ത് ചിലർ അങ്ങനെ പറയും. പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ്, അനാവശ്യ സ്ട്രെസ് ഇല്ലാത്ത വർക്ക് എൻവയോൺമെന്റ്, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വേണ്ട നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്. പിന്നെ മറ്റുള്ളവരുമായി സ്ഥിരം കമ്പയർ ചെയ്യുന്നതും സ്ട്രെസ് കൂട്ടുന്നതിന് കാരണമാകും. അയൽവാസിയെ തോൽപ്പിക്കാൻ 3 നില വീടെടുത്ത് അതിന്റെ ലോൺ അടയ്ക്കാൻ സ്ട്രെസ് അടിക്കുന്നതിലും എത്രയോ നല്ലതാണ് ചെറിയൊരു വീടാണെങ്കിലും സമാധാനമായി ജീവിക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ ജോബ് മാർക്കറ്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയത് കാരണം അമിതമായ സ്ട്രെസ്സും നൽകുന്ന സംഭവങ്ങളാണ്. ഈ എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയ എൻവയോൺമെന്റിൽ നമുക്ക് എത്രത്തോളം സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയും, ഏതറ്റം വരെ പോകാം, ഏത് ബൗണ്ടറി ക്രോസ് ചെയ്താൽ അത് ഡേഞ്ചറസ് ആണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളത് നല്ലതാണ്. ആൽക്കഹോൾ ഡ്രിങ്ക്സ് കഴിക്കുന്നത്, പുകവലിക്കുന്നത്, നന്നായി ഉറങ്ങാൻ പറ്റാത്തത്, ഇതൊക്കെ ഹാർട്ടിന് പ്രശ്നമാകുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൃത്യമായൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്, വലിയ കുടി നിർത്തുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ആയുസ് കൂട്ടുമെന്ന് മാത്രമല്ല ജീവിക്കുന്ന അത്ര കാലം ആരോഗ്യത്തോടെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും സഹായിക്കും. ഇനി അവസാനത്തെ എന്നാൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിലേക്ക് വരാം. ഇന്ത്യക്കാർക്ക് ജനിതകപരമായി കൂടുതൽ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ 60കളിലാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ആളുകൾക്ക് വരുന്നതെങ്കിൽ ഇന്ത്യക്കാർക്ക് അത് 50കളിൽ, അതായത് 10 വർഷം മുമ്പ് തന്നെ വരുന്നു. പിന്നെ ഇന്ത്യക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ഹയർ ജനറ്റിക് ടെൻഡൻസിയും ഉണ്ട്. ഇതൊക്കെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുതലാകുന്നതിന് കാരണമാകും. ഹൃദ്രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ജിമ്മിൽ പോയി ഹെവി വർക്ക്ഔട്ട് ആൻഡ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഒരു വീഡിയോയിൽ ഒരു ഡോക്ടർ പറഞ്ഞു കണ്ടത്. കൂടാതെ എല്ലാവരും റെഗുലറായി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ കുറെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, കൊറോണ വാക്സിൻ കാരണമാണ് ചെറുപ്പക്കാരിങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് എന്നാണ്. അത് തെറ്റാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു ഡാറ്റയുമില്ല. എന്നാൽ ചില പഠനങ്ങൾ കാണിക്കുന്നത് കോവിഡ് ഇൻഫെക്ഷൻ വന്നവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് കൊറോണ ഒരു പ്രശ്നക്കാരനാണ്, വാക്സിൻ അല്ല. ചുരുക്കത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറ്റാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ശീലങ്ങൾ മാറ്റുക എന്നതാണ്. കുടി വലി നിർത്തുക, ശരീരത്തെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഫുഡ് കഴിക്കുക, വ്യായാമം റെഗുലറായി ചെയ്യുക, റെഗുലറായി ചെക്കപ്പ് ചെയ്യുക. നമ്മുടെ ഹൃദയം ഒരു ദിവസം 1,00,000 തവണ മിടിക്കുന്നുണ്ട്. അതൊരു വർഷം 3.5 കോടി തവണയാണ്. അത് 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളുടെ കേസിൽ 250 കോടി തവണയാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിലൂടെ ഏകദേശം 19,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ഇത് ഭൂമിയുടെ വ്യാസത്തിന്റെ 2 മടങ്ങാണ്. അപ്പൊ ഇത്രയും എഫിഷ്യന്റ് ആയി ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. അതിന് നമ്മുടെ നല്ല ശീലങ്ങളിലൂടെ കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്നതിന് മടി കാണിക്കരുത്. അതിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഷോക്കിംഗ് ആയി തോന്നുന്ന പല വാർത്തകളും നാളെ നോർമൽ വാർത്തകളായിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഫിറ്റ് കപ്പിൾ ആപ്പ് യൂസ് ചെയ്യാൻ നോക്കുക. അതൊരു ഡിസിപ്ലിനോട് കൂടി നിങ്ങളുടെ വെയിറ്റ് ഗോൾ അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ഭക്ഷണശീലം, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും ഹെൽത്തിയായി ജീവിക്കാനും സഹായിക്കും. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.